ഹായ് ഫ്രണ്ട്സ്, ഡൊമിനിയോ ദിബക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചു നാൾ മുന്നേ ഹൈസിൻ ഹോട്ടലിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ അവരുടെ ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് അവരുടെ ആ ഒരു ബ്രഞ്ച് ബുഫേ അവൈലബിൾ ആണ്. എല്ലാ സൺഡേസിലും അവിടെ ബ്രഞ്ച് ബുഫേ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് അവിടുത്തെ ആ ബ്രഞ്ച് ബുഫേയുടെ കാഴ്ചകളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഇന്ന് ശ്വേതയും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്നിട്ടുള്ള അവിടുത്തെ ആ ഒരു ബുഫേ, ബ്രഞ്ച് ബുഫേയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഹൈസിൻ ഹോട്ടലിന്റെ ആക്ച്വൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് തമ്പാനൂരുള്ള മനോരമ റോഡ് ഉണ്ടല്ലോ, അവിടെ മനോരമ ഓഫീസിന്റെ തൊട്ട് അഡ്ജസന്റ് ആയിട്ട് തന്നെയാണ് ഈ ഹൈസിൻ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഹൈസിൻ ഹോട്ടലിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ബൊട്ടിക് ഹോട്ടലാണ്. അപ്പോൾ അന്ന് ഈ ഹോട്ടലിന്റെ കംപ്ലീറ്റ് കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഇവരുടെ ആ ഒരു സൺഡേ ബ്രഞ്ച് ബുഫേ ആണ് കാണിക്കാനായിട്ട് ഞാൻ പോകുന്നത്. ഇവരുടെ ബ്രഞ്ച് ബുഫേയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ സൺഡേസിലും ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പം ഈ വാളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് കിട്ടിയേക്കുന്ന പല തരത്തിലുള്ള അവാർഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവരുടെ ഈ കഫേ ജേഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് കയറാം. എന്നിട്ട് ബുഫേ സ്പ്രെഡൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഫുഡും കഴിക്കാം. ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇവരുടെ ആ ഒരു കളർ തീമും അതുപോലെ ഇവരുടെ ആ ഒരു ലൈറ്റിങ്ങും എല്ലാം ആ ഒരു രീതിയിലാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്പേസിങ്ങും നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഇവർ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബുഫേ സ്പ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. സൂപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു നോൺ വെജ് സൂപ്പും അതുപോലെ ഒരു വെജ് സൂപ്പും ഇവിടെ അവൈലബിൾ ആണ്. ഹോട്ട് ആൻഡ് സോട്ട് വെജിറ്റബിൾ സൂപ്പും അതുപോലെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. പിന്നെ ദേ ഇവിടെ കുറേ സ്പ്രൗട്ട്സ് അതുപോലെ കുറേ പിക്കിൾഡ് വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പല ടൈപ്പിലുള്ള സാലഡ്സും കുറേ സോസസും ഒക്കെയാണ്. ഞാൻ എല്ലാ ഐറ്റംസും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാം ലേബിൾ ചെയ്തിട്ടുണ്ട്, എല്ലാ ഐറ്റംസും ലേബിൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസാണെന്നുള്ളത് നമുക്കിങ്ങനെ നടന്നൊന്ന് കാണാം. ഒരു ബുഫേ സ്പ്രെഡിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയാണ് അല്ലേ. നമുക്ക് ആ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അതാണ് ഒരു ബുഫേ സ്പ്രെഡിന്റെ വിജയം എന്ന് പറയുന്നത്. നോക്കിയേ, എന്തെല്ലാം ഐറ്റംസ് ഏതെല്ലാം രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇതൊരു ഓപ്പൺ ചിക്കൻ സാൻഡ്വിച്ച്, അതുപോലെ ഒരു ഓപ്പൺ വെജ് സാൻഡ്വിച്ച്. കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് അല്ലേ, നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ലേ. കണ്ടോ, ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയും പല ടൈപ്പ് ഓഫ് സാലഡ്സ് ആണ്. നോൺ വെജ് സാലഡ്സും അതുപോലെ വെജ് സാലഡ്സും എല്ലാം അവൈലബിൾ ആണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഈ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കഴിക്കാനായിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടാകുകയാണ്. ആ രീതിയിലാണ് ഇവിടുത്തെ ഈ സ്പ്രെഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കണ്ടോ, പംകിനാണ് പക്ഷെ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ കുറെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ റോസ്റ്റഡ് ചിക്കൻ ആണ്. അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ്. റോസ്റ്റ് ചെയ്ത 2 ചിക്കനും പിന്നെ കുറേ ബോയിൽഡ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളുടെ റിക്വസ്റ്റിനനുസരിച്ച് അവർ ഏത് ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനത്തെ പീസ്, വിത്ത് ബോൺ വിത്തൗട്ട് ബോൺ, ആ രീതിയിൽ ഇവിടുത്തെ ഷെഫ് അത് നമുക്ക് എടുത്തു തരും. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചാറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ പാനിപൂരി സെറ്റ് ചെയ്യുകയാണ്. ഇത് ആക്ച്വലി ശ്വേതയ്ക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവരുടെ മെയിൻ കോഴ്സും മറ്റ് ഐറ്റംസും എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇത് ചില്ലി ഫിഷാണിത്, അതുപോലെ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ പോലെയുള്ള ഒരു ഐറ്റം. പിന്നെ ഫിഷ് കറി ഉണ്ട്. വെജ് ആൻഡ് നോൺ വെജിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട്. ചിക്കൻ ബിരിയാണി താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ മലബാർ ചിക്കൻ ബിരിയാണി അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറച്ച് കോണ്ടിനെന്റൽ ഡിഷസ് ആണ്. ചീസ് ഓംലെറ്റ്, സോസേജ്, അതുപോലെ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തേക്കുന്ന ബീൻസ് അവൈലബിൾ ആണ്. പിന്നെ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്.
പാസ്തയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നൂഡിൽസ്, അതുപോലെ ബ്ലാക്ക് ബീൻസ്, അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മളുടേതായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസും പിന്നെ സൗത്ത് ഇന്ത്യൻ ഡിഷസ്, തനി നാടൻ ഡിഷസ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച്, ഒരു വലിയ സ്പ്രെഡ് തന്നെയാണ്. ഇത് നമ്മളുടെ തനി നാടൻ കപ്പയും മീൻകറിയും എല്ലാം അവൈലബിൾ ആണ്. ചമ്പാവരി ചോറും വൈറ്റ് റൈസും, അതുപോലെ കൂട്ടുകറി, പപ്പടം എന്ന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെസേർട്ടിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഒരു വൈഡ് സ്പ്രെഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഡെസേർട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവും. മെയിൻ കോഴ്സ് കഴിക്കാതെ ഡയറക്റ്റായിട്ട് ഈ ഡെസേർട്ട്സ് എടുത്ത് കഴിച്ചാലോ എന്ന് തന്നെ തോന്നും. അതാണ് അവരുടെ ആ ഒരു ഡിസ്പ്ലേ ചെയ്തേക്കുന്ന രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തെല്ലാം തരം ഐറ്റംസ് ആയിരിക്കുന്നതെന്ന് കണ്ടോ. നമ്മളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വെറൈറ്റി, അത്രയും ചോയ്സസ് ഇവിടെ അവൈലബിൾ ആണ്. എന്ത് അട്രാക്റ്റീവ് ആയിട്ടാണല്ലേ ഇവരിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും നമ്മളെ കൊണ്ട് ഇത് എടുപ്പിക്കും, അല്ലെങ്കിൽ ഇത് കഴിപ്പിക്കും. ആ രീതിയിലാണ് ഇവരുടെ അറേഞ്ച്മെന്റ്. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, എന്തെല്ലാം തരം സ്വീറ്റ്സ് ആണ് വെച്ചേക്കുന്നതെന്ന് കണ്ടോ. എല്ലാം ആ ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സ്വീറ്റ്സ് ആണ്. ആ ബർഫീസും, അതുപോലെ ബാദുഷാ, പിന്നെ പേട ഐറ്റംസ്, ലഡു ഐറ്റംസ്, അങ്ങനെ വേണ്ടുന്ന നമ്മളെ ശരിക്കും കൊതി പിടിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ ഡിസ്പ്ലേയിലുണ്ട്. പായസം താല്പര്യമുള്ള ആൾക്കാർക്ക് 2 ടൈപ്പ് പായസവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഐറ്റംസും കണ്ട ശേഷം ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവരുടെ ആ ഒരു വെജിറ്റേറിയൻ സൂപ്പ് ഉണ്ടല്ലോ, ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പ്, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോർമലി ഞാൻ എപ്പോഴും നോൺ വെജ് സൂപ്പാണ് കുടിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഹോട്ട് ആൻഡ് സോർ ആയതുകൊണ്ടാണ് ഞാൻ ഈ വെജ് സൂപ്പ് എടുത്തത്. കാര്യം ഇന്ന് ഇവിടെ ഇരിക്കുന്ന നോൺ വെജ് സൂപ്പ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. എനിക്ക് സ്വീറ്റ് കോൺ അത്ര ഒരു താല്പര്യമുള്ള ഒരു ഐറ്റം അല്ല. ഇതേതാണെങ്കിലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ്. അത്യാവശ്യം സ്പൈസിയുമാണ്. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് സാലഡ്സും അതുപോലെ കുറച്ച് സ്റ്റാർട്ടേഴ്സും കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് എല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ നിറയെ ഐറ്റംസ് ഉണ്ട്. എന്നാലും എനിക്ക് താല്പര്യമുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ കഴിക്കുന്നത്. ഈ ബുഫേ സ്പ്രെഡിൽ ഞാൻ കഴിക്കുന്ന ഓരോ ഐറ്റമിൻ്റെയും ആ ഒരു ടേസ്റ്റ് പറയുക അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം വേറൊന്നുമല്ല, ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഐറ്റംസ് ആയിരിക്കും ഇഷ്ടപ്പെടാറുള്ളത്. അതുപോലെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് സ്പൈസി ഫുഡാണ് എപ്പോഴും താല്പര്യമായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കും ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഈ ബുഫേയുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ബുഫേ സ്പ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഏത് ടൈപ്പ് ആൾ വന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ഫുഡ് അവർക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു ബുഫേയുടെ കൺസെപ്റ്റേ അല്ലാതെ. കാര്യം നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനും ഷികയും ശ്വേതയും 3 പേരും ബുഫേ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ 3 പേരും കഴിക്കുന്നത് 3 വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ്. ഞാൻ എൻ്റെ താല്പര്യത്തിനുള്ള കുറച്ച് ഐറ്റംസ് ചൂസ് ചെയ്തപ്പോഴത്തേക്ക് ശ്വേത കുറേ കോണ്ടിനെൻ്റൽ ഡിഷസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഷികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ചൂസ് ചെയ്തേക്കുന്നത്. ഷികയ്ക്ക് താല്പര്യമുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നല്ല കപ്പ മീൻകറി, അപ്പോൾ അതൊക്കെയാണ് ഷിക ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ് കേട്ടോ, ഇവരുടെ ബുഫേ സ്പ്രെഡ് നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ 3 പേരും നല്ല പോലെ അവരവരുടെ ഡിഷസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഒരു റോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ, ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റോസ്റ്റഡ് ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസും കുറച്ച് സാലഡും പിന്നെ ഒരു ബ്രെഡുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ ഇവരൊരു സോസും കൂടെ തന്നിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ചിക്കനകത്ത് അങ്ങനെ അധികം മസാലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവർ പെപ്പറും അതുപോലെ ഗാർലിക്കും മാത്രമേ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു സോസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഡിഷസ് കഴിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ കഴിച്ചാൽ നന്നായിരിക്കും.
ഇവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്ന ഇവരുടെ ആ ഒരു ഓപ്പൺ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഒരുപാട് മസാലയൊന്നും അതിനകത്ത് വരുന്നില്ല. ആവശ്യത്തിനുള്ള കുരുമുളകും സോൾട്ടും ജിഞ്ചർ ഗാർലിക് ഇതൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ദേ ഇവരുടെ ഈ ഒരു ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനകത്ത് നിറയെ ബട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഈ വെജിറ്റബിൾസും ആ ചിക്കനും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അതൊരു ഉഗ്രൻ കോമ്പിനേഷൻ തന്നെയാണ്. എനിക്കിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു മൂഡായിരുന്നു. പക്ഷേ ശിഖ ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കഴിക്കുന്നത്. കപ്പ മീൻകറിക്ക് ശേഷം പിന്നെ ഇവരുടെ ആ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ, ആ ബിരിയാണിയാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ കപ്പയും മീൻകറിയും എവിടെ പോയാലും എന്ത് ബുഫേ ആണെന്നുണ്ടെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു വല്ലാത്ത ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് ഡിഷസൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ ആ ഒരു കപ്പയും മീൻകറിയും ട്രൈ ഔട്ട് ചെയ്യുവാണ്. ശരിക്കും നല്ല അടിപൊളി കപ്പയും മീൻകറിയും, നല്ല പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ആ മീൻകറിയും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയും. ഇവിടെ ലൈവ് കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നല്ല വെള്ളയപ്പം അതുപോലെ റോട്ടിയൊക്കെ അവൈലബിൾ ആണ്. ചിക്കൻ്റെ ഏത് ഡിഷാണ് എടുത്തതെന്നുള്ളത് ഞാൻ മറന്നുപോയി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ നല്ല തിക്കാണ്. അതുപോലെ ആ ഗ്രേവി എല്ലാം കൂടെ കൂട്ടി ഈ അപ്പമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ശ്വേത അങ്ങനെ പാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം നൂഡിൽസ് ഒക്കെയാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സ് എപ്പോഴും ഇതുപോലെയുള്ള ബുഫേ സ്പ്രെഡിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ട്രൈ ഔട്ട് ചെയ്യാനായിരിക്കും അവർക്ക് കൂടുതലും താല്പര്യം. ഇവിടെ വന്ന് ഇവിടുത്തെ ബുഫേ സ്പ്രെഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവരുടെ ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു ഡിസ്പ്ലേ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ഫുഡുകളൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ 3 പേരും പല ടൈപ്പിലുള്ള ഡെസേർട്ട്സ് ഇവിടുന്ന് ട്രൈ ഔട്ട് ചെയ്തു. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. ചില ഐറ്റംസിന് നല്ല മധുരമുണ്ട്, ചിലതിന് ഒരു മീഡിയം ലെവലിലുള്ള മധുരമേ ഉള്ളൂ. അത് ആ ഒരു ബുഫേ സ്പ്രെഡിൽ അവർ അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവർ ഷുഗർ ഫ്രീ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവരവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡയബറ്റിക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതുപോലെയുള്ള ഐറ്റംസ് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും ഇവിടെ ബുഫേ അവൈലബിൾ ആണെങ്കിലും ഞാൻ ആ ബുഫേ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു സൺഡേ ബ്രഞ്ച് ബുഫേ അത് ശരിക്കും ടോപ്പ് ക്ലാസ് തന്നെയാണ്. അവർ ആ ഒരു 5 സ്റ്റാറിൻ്റെ ആ ഒരു നിലവാരം അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി മാനേജറായ ശ്രീ ഗിരീഷാണ് എനിക്ക് ഇവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും ഇദ്ദേഹം തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഏതാണെങ്കിലും ഇവിടുത്തെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ജനറൽ മാനേജറെയും അതുപോലെ തന്നെ ഇവരുടെ ചീഫായിട്ടുള്ള ഷെഫിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് 5 സ്റ്റാർ സദ്യ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അത് എങ്ങനെ വിജയിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇവരുടെ GM എന്നോട് സംസാരിക്കുകയുണ്ടായി. എന്ത് തന്നെയാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു സൺഡേ ബ്രഞ്ച് ബുഫേ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. വയറൊക്കെ നല്ല ഫുള്ളി സ്റ്റഫ്ഡ് ആണ്. അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ കഴിച്ചു. കാര്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാ ടൈപ്പ് ആൾക്കാരെയും കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡിഷസും അവിടെ അവൈലബിൾ ആയിരുന്നു. ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഞ്ച് ബുഫേ സ്പ്രെഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്കും ഫാമിലി ആയിട്ട് ഈ ഒരു ബ്രഞ്ച് ബുഫേ സൺഡേസിൽ ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ആംബിയൻസ്, നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലായ ഡൊമിനോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനോ ദീപക്സിന് ഒരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.